ഹലോ ഗേസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BGIS 2025 ഇൻ ഗെയിം ക്വാളിഫയേഴ്സ് ഇന്ന് രാത്രി 11:59 കൂടിയിട്ട് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻ ഗെയിം ക്വാളിഫയേഴ്സിന്റെ മാച്ചുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 1 വീക്കിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഫെബ്രുവരി 5 മുതൽ തന്നെ BGIS ദ ഗ്രൈൻഡ് മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇൻവൈറ്റഡ് ടീംസുകൾ വെച്ചിട്ടാണ് ഗ്രൈൻഡ് മാച്ചുകൾ ഉണ്ടാകുക. അതിനുശേഷം റൗണ്ട് 1 മത്സരങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രൈൻഡ് മാച്ചുകൾ ലൈവായിട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഇൻവൈറ്റഡ് ടീംസുകളാണ് ഇതിൽ കളിക്കുന്നതെന്ന് ഇതുവരെ അവർ ലിസ്റ്റ് പുറത്തുവിട്ടില്ല. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കിമോൺ യുണൈറ്റഡിൽ ഗോളിലേക്ക് ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജപ്പാനിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ടീമിനും കൂടിയും ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ആവാനുള്ള ആ ഒരു ടൂർണമെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൈ സ്പോർട്സ് വീണ്ടും അടുത്തൊരു പോക്കിമോൺ യുണൈറ്റഡിന്റെ ഇവന്റ് നടത്തുന്നുണ്ട്. വിന്റർ ടൂർണമെന്റ് ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് പൂൾ വരുന്നത്. അതിന്റെ പ്ലേ ഓഫ്സ് മത്സരങ്ങൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ട്രൂ റിപ്പേഴ്സ്, RNTS, SA2ലും ഗ്ലോബൽ ഇ സ്പോർട്സും ഒപ്പം കുറച്ച് റേസിംഗ് സ്റ്റാർ ടീമുകളും ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് ഗോഡ്സ് ട്രെയിനും റെക്കനിങ്ങിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടുള്ള പ്ലേ ഓഫ്സിൽ ഏകദേശം 8 ടീമുകളാണ് മത്സരിക്കുന്നത്. ഇതിൽ നിന്നും ചാമ്പ്യൻ ആവുന്ന ടീമുകൾക്ക് ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജപ്പാനിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൾറെഡി ഗോളിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഗോളിലേക്കിന്റെ കൂടെ ഇനി ഏത് ടീമായിരിക്കും ക്വാളിഫൈ ആകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ സ്കൈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഒരു മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ, ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രാൻഡ് ലാൻഡ് ഫൈൻസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്കുകളാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് മാച്ച് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഫസ്റ്റ് തന്നെ ടീം സോള് അവസാനിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മാച്ച് റീഹോസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോൾ ഫാൻസിനൊക്കെ ഒരു ആശ്വാസം എന്ന രീതിയിലായിരുന്നു ആ ഒരു റീഹോസ്റ്റ് ഉണ്ടായിരുന്നത്. റീഹോസ്റ്റ് ചെയ്ത് മാച്ച് 1 തന്നെ VSTയുടെ ഒരു ഡോമിനേറ്റിംഗ് ചിക്കൻ ഡിന്നറാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് റെഡ് റോസിനെയൊക്കെ തീർത്തുകൊണ്ട് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. എസ് പവർ സോളോ 10 ഫിനിഷസ് ആണ് സ്വന്തമാക്കിയത്. വേറെ ലെവൽ ഡോമിനേഷൻ നമുക്ക് എസ് പവറിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു മാച്ചിൽ തന്നെ നമ്മളെ കേണയിലെ സ്ലഗ് നമ്മളെ ഗോളിലേക്കിനെ സാപ്പിനെ പാൻ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു അടിപൊളി ക്ലച്ച് ആയിരുന്നു സ്ലഗ് ആ ഒരു സമയത്ത് ഗോളിലേക്കിനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 2 നമുക്ക് ഗോഡ്സ് ട്രെയിനിന്റെ വക ഒരു OP പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനാണ് അവർ സ്വന്തമാക്കിയത്. ലാസ്റ്റ് റെഡ് റോസിനെയും ഗോളിലേക്കിനെയും തീർത്തുകൊണ്ടാണ് ഈ ഒരു OP ചിക്കൻ ഡിന്നർ ഗോഡ്സിനെയും സ്വന്തമാക്കിയത്. ജസ്റ്റിൻ സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കി ഗോളിലേക്കൂടെ 12 പോയിന്റും എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 3 നമുക്ക് VSTയുടെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നറും കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ ലാസ്റ്റ് സോളോ ആയിട്ട് ആ ഒരു 2 vs 2 ഫൈറ്റിൽ VST ജയിക്കുകയാണ് ചെയ്ത് 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. സോളിന്റെയും ഒരു കംബാക്ക് പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. 14 പോയിന്റ് അവരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 4 സാൻഡ് ഹോക്കിൽ നമുക്ക് സോളിന്റെ ആ ഒരു കംബാക്ക് മച്ച് നീഡഡ് ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് VSTയും ടീം ജെല്ലിയും തീർത്തുകൊണ്ട് 11 ഫിനിഷസോട് കൂടിയിട്ടുള്ള കംബാക്ക് ചിക്കൻ ഡിന്നറാണ് സോളിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജെല്ലി 10 പോയിന്റ് സ്വന്തമാക്കിയാൽ മാച്ച് 5 വീക്കെൻഡിൽ ഗോഡ്സ് റെയിന്റെ സെക്കൻഡ് ചിക്കൻ ഡിന്നറും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ ലാസ്റ്റ് VST ഒക്കെ തീർത്തുകൊണ്ട് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോഡ്സ് റെയിൻ സ്വന്തമാക്കിയത്. ഡെൽറ്റ PG സോളോ 6 ഫിനിഷസ് സ്വന്തമാക്കിയ ലാസ്റ്റ് മാച്ചിൽ ഒറാങ്കുട്ടാന്റെയും ആ ഒരു കംബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഒറാങ്കുട്ടാൻ ആ ലാസ്റ്റ് മാച്ചിൽ സ്വന്തമാക്കിയത്. അങ്ങനെ ഡേ 2 അവസാനിച്ചപ്പോ വേറെ ലെവൽ കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്തു നിന്നും ഗോഡ്സ് റെയിന് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ 6 മാച്ചുകൾ 68 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 109 പോയിന്റോട് ആഷ് 1 പൊസിഷനിലാണ് ഗോഡ്സ് റെയിൻ ഇപ്പൊ നിൽക്കുന്നത്. ആൻഡ് സെക്കൻഡ് പൊസിഷനിലേക്ക് VSTയും വേറെ ലെവൽ കംബാക്ക് കാഴ്ചവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഡേ 1ൽ 10ാം സ്ഥാനത്ത് നിന്ന ടീമാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയത്. ഇന്നലെ 70 പോയിന്റ് ആണ് VST സ്വന്തമാക്കിയത്. അങ്ങനെ 100 പോയിന്റുമായിട്ട് ആഷ് 2 പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. കാർണിവൽ ഗെയിമിംഗ് ആഷ് 1ൽ നിന്നും ആഷ് 3യിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 40 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 99 പോയിന്റുമായിട്ടാണ് അവർ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ആരായിരിക്കും ചാമ്പ്യന്മാരാവുക എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഗോഡ്സ്വേനും VSTയുമാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. നല്ല ലെവലിലുള്ള ഡോമിനേഷനും കൺസിസ്റ്റൻസിയും കാഴ്ചവെക്കുന്നുണ്ട്. ക്രൂഷ്യൽ മാച്ചിലൊക്കെ നമ്മുടെ സോമരാജ് അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെസ്ട്രോനെ നമുക്കറിയാം ട്രോഫി മാഗ്നറ്റ് ആണ്. ലാസ്റ്റ് മാച്ചിലും ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ആ ഒരു കപ്പടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു 2 ടീമിനുമാണ് ആ ഒരു കപ്പടിക്കാൻ നല്ല ചാൻസ് എന്ന് പറയുന്നത്. പിന്നീട് കാർണിവൽ ഗെയിമിങ്ങിനാണ്. പക്ഷേ കാർണിവൽ ഗെയിമിംഗ് നമുക്കറിയാം ഫസ്റ്റ് അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കും. പക്ഷേ ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഡൗൺഫാൾ നമുക്ക് ഫൈനൽസിൽ കാർണിവൽ ഗെയിമിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിലും കണ്ടിട്ടുണ്ട്. ഇനി ഡേ 3ൽ എങ്ങനെയായിരിക്കും ഇവരുടെ പെർഫോമൻസ് എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. ഈ ഒരു 3 ടീമുകളുമാണ് ആ ഒരു കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഉള്ളത്. ഇനി ഗോൾ ലേക്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 12ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്ക് ഒരു അടിപൊളി കംബാക്ക് ഗോൾ ലേക്കും കാഴ്ചവെച്ച് 73 പോയിന്റ് ആയിട്ട്. ആൻഡ് സോളും നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് ആ ഒരു ഡേ 1ൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രോഫിയിലേക്കുള്ള ഒരു കോമ്പറ്റീഷനിൽ സോൾ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ 16ാം സ്ഥാനത്ത് നിന്നും 7ാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് ആ ഒരു ട്രോഫിയിലേക്കുള്ള കോമ്പറ്റീഷനിൽ സോളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. 70 പോയിന്റുമായിട്ടാണ് സോള് നിൽക്കുന്നത്. 39 പോയിന്റിന് ഡിഫറൻസ് ആണ് സോളും ആഷ് വണ്ണും തമ്മിലുള്ളത്. നമുക്കറിയാം മാന്യ മാജിക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്തവണയും ആ ഒരു മാന്യ മാജിക് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ബാക്ക് ടു ബാക്ക് ഒഫീഷ്യൽ ചാമ്പ്യന്മാരായുള്ള RNTX 13ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വെറും 51 പോയിന്റുമായിട്ട്. അവർക്ക് ഇനി ആ ഒരു ട്രോഫി കുറച്ച് ഭയങ്കര ദൂരാന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്നാണ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. വേറെ ലെവൽ മത്സരങ്ങളായിരിക്കും നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുക. ആ ഒരു കംബാക്ക് നടത്തിക്കൊണ്ട് ആ ഒരു ട്രോഫി നേടും, അല്ലെങ്കിൽ ഗോഡ്സ്ലൈൻ ആ ഒരു ആഷ് വൺ പൊസിഷൻ നിലനിർത്തുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ് സോമരാജ്. അവർ ആ ഒരു കപ്പ് ഡിഫെൻഡ് ചെയ്യുമെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെ വേറെ ലെവൽ മത്സരങ്ങളായിരിക്കും ഇന്ന് കാണാനായിട്ട് സാധിക്കുക. മാച്ചുകൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.